അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 5ാമത്തെ സെഷനിലെ 6ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ആദിയാത്തിലെ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ 5 വചനങ്ങളിൽ വ്യത്യസ്ത വർണ്ണനകളും വിശേഷണങ്ങളും പറഞ്ഞുകൊണ്ട് കുതിര എന്ന സൃഷ്ടിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുകയും അവകൾ തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയെക്കുറിച്ച് പരാമർശിക്കുകയുമുണ്ടായി. ജീവനും ശരീരവുമെല്ലാം പണയം വെച്ച് ഒരൽപ്പം വെള്ളവും അന്നവും നൽകിയതിന്റെ നന്ദിയായി തന്റെ യജമാനന് വേണ്ടി നന്ദി കാണിക്കുന്ന, അതിനെ കൂറു പുലർത്തുന്ന കുതിരയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയുണ്ടായി. അതിനുശേഷം അല്ലാഹു പറയുന്ന വിഷയങ്ങൾ അത് വളരെ പ്രധാനമായിക്കൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് ചെയ്യുന്ന നന്ദികേട് തുറന്നു കാണിക്കുകയാണ് ശേഷമുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു പറയുകയാണ് 6ാമത്തെ വചനത്തിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവൻ തന്നെയാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലിറബ്ബിഹി തന്റെ രക്ഷിതാവിനോട് ലകനൂദുൻ, തീർച്ചയായും അവൻ നന്ദി കെട്ടവൻ തന്നെയാണ്. കനൂദ് എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ എന്നാണ് അർത്ഥം. ഈ വചനത്തിൽ മനുഷ്യൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി പറഞ്ഞത് മനുഷ്യരെല്ലാവരും നന്ദി കെട്ടവരാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാത്ത, അതിനോട് കൂറു പുലർത്താത്തവരായ മനുഷ്യരെയാണ് അല്ലാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അമാനത്ത് ഏൽപ്പിക്കുന്ന രംഗം സൂറത്തുൽ അഹ്സാബിലെ 72ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാൽ. അഥവാ ആകാശങ്ങൾക്കും ഭൂമിയോടും അതേപോലെ തന്നെ പർവ്വതങ്ങളോടും അമാനത്ത് ഏൽപ്പിക്കുവാൻ വേണ്ടി നാം അവർക്കത് പ്രദർശിപ്പിക്കുകയുണ്ടായി. എന്നാൽ അവകളാകട്ടെ ഫഅബൈന അൻ യഹ്മിൽനഹ, അത് ഏറ്റെടുക്കുവാൻ അവർ വിസമ്മതം കാണിച്ചു. വഅശ്ഫഖ്ന മിൻഹ, അതിൽ നിന്ന് അവർ പിന്തുകയും ചെയ്തു. അത് പേടി കാരണത്താൽ അവർ അതിൽ നിന്നും മാറി നിന്നു എന്നാണ്. പക്ഷേ വഹമലഹൽ ഇൻസാൻ, അത് മനുഷ്യൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, തീർച്ചയായും മനുഷ്യൻ കടുത്ത അക്രമിയും അവിവേകിയുമായിരിക്കുന്നു. അഥവാ അമാനത്ത് പൂർത്തിയാക്കാതെ മനുഷ്യൻ ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വത്തിൽ ലംഘനം കാണിക്കുന്ന പക്ഷം അവൻ കടുത്ത അക്രമിയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ അവിവേകിയായിരിക്കുന്നു എന്ന് അല്ലാഹു പരാമർശിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ അപ്പുറം മനുഷ്യർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുണ്ട്. അത് നിർവഹിക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ നന്ദി കെട്ടവനായി മാറുന്നത്, അവൻ അക്രമിയായും അവിവേകിയുമായി ചിത്രീകരിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും പ്രത്യേകതയുള്ളവനാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവന് ചില ശ്രേഷ്ഠതകളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉറ്റാലോചിക്കുവാനും മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവും നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ബുദ്ധിയും തന്റെ ഇടവും യഥാവിധം ഉപയോഗിക്കാതെ തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന സത്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകാതെ മനുഷ്യരിലെ ഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ രക്ഷിതാവിനോടുള്ള നന്ദികേട് അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. അവൻ തന്നെ അതിന് സാക്ഷ്യവും വഹിക്കുന്നുണ്ട്. അവന്റെ സ്ഥിതിഗതികളും അവന്റെ വാക്കുകളും അവന്റെ പ്രവൃത്തികളും അങ്ങനെ തുടങ്ങി അവന്റെ മനസാക്ഷി പോലും അതിന് സാക്ഷിയാണ് എന്നാണ്. 7ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ അഥവാ മനുഷ്യൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. വഇന്നഹു, തീർച്ചയായും അവൻ അഥവാ മനുഷ്യൻ, അലാ ദാലിക, അതിന്, ലശഹീദുൻ, സാക്ഷി തന്നെയാണ്. അഥവാ സത്യത്തെ തിരിച്ചറിയുവാനും യാഥാർത്ഥ്യത്തെ പുൽകുവാനും ഏതൊരു മനുഷ്യനും സാധിക്കുക തന്നെ ചെയ്യും. പരപ്രേരണകളും സ്ഥാപിത താല്പര്യങ്ങളും ഒഴിച്ചു നിർത്തി അല്പനേരം മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, മനസ്സു തുറന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ അവന്റെ മനസാക്ഷി തന്നെ യാഥാർത്ഥ്യങ്ങൾ അവനോട് തുറന്നു പറയുമെന്നതാണ്. എന്നാൽ ഇത്തരം ചിന്തകളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനും പരലോക മോക്ഷത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നതിനുമൊക്കെ പകരം ഐഹിക സുഖ സൗകര്യങ്ങളിലാണ് മനുഷ്യൻ ശ്രദ്ധ കൊടുക്കുകയും അവൻ അതിനു വേണ്ടിയാണ് അവൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. സമ്പാദനവും ധനശേഖരണവും ആഡംബര ജീവിതവും ഒക്കെയാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി അവൻ കാണുന്നത്.
അതിനായി എന്ത് മാർഗവും അവൻ സ്വീകരിക്കുവാൻ തയ്യാറുമാണ്. കിട്ടിയതെല്ലാം സ്വായത്തമാക്കുവാനും അതിലെ നന്മ തിന്മകൾ വേർതിരിച്ചറിയാൻ പോലും തയ്യാറാകാതെ സകലതും തന്റെ വരുതിയിലാക്കുവാനും പെടാപ്പാടുപെടുകയാണ് മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളും. അതാണ് അള്ളാഹു 8-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. തീർച്ചയായും അവൻ അഥവാ മനുഷ്യൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു എന്നാണ്. അഥവാ ധനത്തെ ധാരാളമായി അവൻ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പണം തരുമെങ്കിൽ എന്തും ചെയ്യാൻ അവൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് ലഭിക്കുമെങ്കിൽ നന്മയോ തിന്മയോ എന്തിനും അവൻ സന്നദ്ധനുമാണ് എന്നാണ് പലരുടെയും അവസ്ഥ. കാരണം ആ സമ്പത്തിനെ അത്രയും അധികം മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളും സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇത്തരത്തിൽ ന്യായവും അന്യായവും സത്യവും അസത്യവും വേർതിരിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ച് തന്റെ സൃഷ്ടാവിനെ നന്ദിയുള്ളവനായി ജീവിക്കുവാനും ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം തിരിച്ചറിയുവാനും അതേപോലെ തന്നെ കയ്യിലണഞ്ഞത് റബ്ബിന്റെ മാർഗത്തിൽ നന്മക്കായി പരലോകമോക്ഷത്തിനായി ചിലവഴിക്കാനും അവർ കൂട്ടാക്കുന്നില്ല എന്നതും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് കാണിക്കുന്ന വലിയ നന്ദികേട് തന്നെയാണ്. അതിനെല്ലാം കാരണം എന്താണെന്നാൽ എത്ര കിട്ടിയാലും മതി വരാത്ത സമ്പത്തിനോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത പ്രേമവുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൗ അന്ന ലിബ്നി ആദമ വാദിയൈൻ മിൻ മാൽ, അഥവാ സമ്പത്തിനാലുള്ള അല്ലെങ്കിൽ പണത്താലുള്ള 2 താഴ്വരകൾ നിറയെ ഒരു മനുഷ്യന് നൽകപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവന്റേതായി ഉണ്ട് എങ്കിൽ അവൻ വീണ്ടും ആഗ്രഹിക്കും ല അഹബ്ബ അൻ യകൂന മഅഹുമാ സാലിസ്, മൂന്നാമതൊന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമെന്നാണ്. വലാ യംലഉ നഫ്സഹു ഇല്ല തുറാബ്, അവന്റെ ശരീരം മണ്ണ് കൊണ്ടല്ലാതെ നിറക്കുവാൻ സാധിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം വലാ യംലഉ ഫാഹു ഇല്ലാ ബിത്തുറാബ്, മണ്ണ് കൊണ്ടല്ലാതെ അവന്റെ വായ അടക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പൊ മനുഷ്യൻ എന്ന നിലക്ക് സമ്പത്തിനോട് നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും തന്നെ അടങ്ങാത്ത ആഗ്രഹമാകുവാൻ പാടില്ല. നന്മയും തിന്മയും വേർതിരിച്ച് തനിക്ക് അർഹതപ്പെടാത്തതിനെ വെടിയുവാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. പണത്തിനു വേണ്ടി ന്യായവും അന്യായവും നോക്കാതെ പെരുമാറുന്നവരും കള്ളക്കടത്തും കൊള്ളലാഭവും കൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ ലാഭം മുതൽ ആസ്വദിക്കുന്നവരും തന്റെ സമ്പത്തിലെ പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്തിന്റെ തുക കൊടുത്തു വീട്ടാൻ പോലും മടി കാണിക്കുന്നവരും ഈ അധ്യായത്തിലെ അവസാന 3 വചനങ്ങൾ ഉറ്റാലോചനയോടെ പാരായണം ചെയ്യേണ്ടതുണ്ട്. 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. അഫലാ യഅലമു, അവൻ അറിയുന്നില്ലേ ഇദാ ബുഅസിറ, ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവ. അപ്പൊ ഖബറുകളിലുള്ള ആ ശരീരങ്ങൾ, മൃതദേഹങ്ങൾ അത് ഇളക്കി മറിക്കപ്പെട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ, എന്തായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് മനുഷ്യൻ ആലോചിക്കുന്നില്ലേ, അവൻ അറിയുന്നില്ലേ എന്നാണ്. 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഹുസ്സില മാ ഫിസ് സുദൂർ, അതേപോലെ തന്നെ ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനുഷ്യൻ ആലോചിക്കുന്നില്ലേ. വഹുസ്സില, പുറത്ത് കൊണ്ടുവരപ്പെട്ടാൽ അല്ലെങ്കിൽ വെളിക്ക് കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളവ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അത് പ്രത്യക്ഷമാക്കപ്പെട്ടു കഴിഞ്ഞാൽ, പരസ്യമാക്കപ്പെട്ടു കഴിഞ്ഞാൽ, ജനമധ്യത്തിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ എന്നവൻ ആലോചിക്കുന്നില്ലേ എന്നാണ്. അവസാന വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. ഇന്ന റബ്ബഹും, തീർച്ചയായും അവരുടെ രക്ഷിതാവ്, ബിഹിം അവരെ കുറിച്ച്, യൗമഇദിൻ അന്നേ ദിവസം, ലഖബീറുൻ സസൂക്ഷ്മം അറിയുന്നവൻ തന്നെയാണ്. ഈ 3 വചനങ്ങളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്നും ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്റെ പരലോകം അതെങ്ങനെയായിരിക്കും, എന്റെ വിചാരണ അത് എങ്ങനെയായിരിക്കും, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വചനങ്ങളിലൂടെ ഗുണപാഠങ്ങളായിക്കൊണ്ട് അവന്റെ ചിന്തകളിലേക്ക് ഉയർന്നു വരുന്നതായിരിക്കും. അഥവാ മരണപ്പെട്ട ആളുകളെല്ലാം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും
ഓരോരുത്തന്റെയും ഹൃദയത്തിൽ ഒളിഞ്ഞുകിടപ്പുള്ള വികാര രഹസ്യങ്ങളെല്ലാം വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് ഈ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. അവന്റെ ഒരൊറ്റ രഹസ്യവും അന്ന് വെളിക്ക് വരാതിരിക്കുകയില്ല, പുറത്തേക്ക് വരാതിരിക്കുകയില്ല. ആരാരും കാണാതെയും ആരും അറിയാതെയും താൻ ചെയ്തു വെച്ച സകല അന്യായ പ്രവർത്തനങ്ങളും ഒളിഞ്ഞും പാത്തും ചെയ്ത മുഴുവൻ തോന്നിവാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും. ഭൗതിക ലോകത്ത് ചെയ്തു വെക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ പല മായ പ്രവർത്തികളിലൂടെയും ജനമധ്യത്തിൽ അത് പ്രത്യക്ഷപ്പെടുത്താതെ ഗോപ്യമാക്കി വെക്കുവാൻ നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ എല്ലാം അറിയുന്ന രക്ഷിതാവിന്റെ ദൃഷ്ടിയിൽ നിന്നും അവന്റെ നിരീക്ഷണത്തിൽ നിന്നും മറച്ചു വെക്കുവാൻ എത്ര ബുദ്ധി സാമർഥ്യമുള്ള മനുഷ്യനാണെങ്കിലും ആർക്കും തന്നെ സാധിക്കുകയില്ല. സകലതും ക്ലിപ്തമാണ്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇത് നാം നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ഈ ആയത്തുകൾ വളരെ ഭംഗിയായി പാരായണം ചെയ്യുവാനും അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ അതിനേക്കാൾ ഭംഗിയായി മനസ്സിൽ ചിത്രീകരിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ നെഞ്ചേറ്റുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിന്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തോന്നിവാസികളിൽ നിന്നും അക്രമികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.